2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഓരോ പണികളൊക്കെ ചെയ്ത് ചെറിയ ചെറിയ പണികളൊക്കെ ഏറ്റെടുത്ത് അത് കുറച്ച് ഗ്യാങ്ങുണ്ട്. ദരിദ്രന്മാരാണ്, ഹോസ്റ്റലേഴ്സാണ്. അവിടുത്തെ തൊട്ടടുത്ത വാഴപ്പണയിൽ പണിയൊക്കെ എടുത്ത് പണിയെടുക്കാൻ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വാഴ നനച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആ പിള്ളേർക്കൊരു കൂലി കിട്ടും. അപ്പോൾ ഈ സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നു, രാവിലെ വാഴ നനയ്ക്കാൻ പോയിട്ടൊക്കെയാണ് ജീവിക്കുന്നത്. കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കുന്നത്. ദിവസം 2 പേര് വെച്ച് രാവിലെ പോയി വാഴയ്ക്ക് നനയ്ക്കണം. അപ്പോൾ വാഴത്തോട്ടത്തിൽ ഒരു വലിയൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കോളേജിൻ്റെ തന്നെ കൃഷി സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് അതിനൊരു ഫണ്ട് ഞങ്ങൾക്ക് ഡെയിലി കിട്ടും. ഞങ്ങൾക്ക് വട്ടച്ചെലവിനുള്ള കാശ് അവിടെ നിന്ന് കിട്ടും. അപ്പം ഞങ്ങളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഒരു ദിവസം രാവിലെ ഇവൻ വന്ന് ഈ സുഹൃത്തിനെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറയടാ, ഞാനേ ഒരു 2 മിനിറ്റും കൂടി ഉറങ്ങട്ടെടാ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു, അവൻ പഞ്ചുല കറക്റ്റാണ്. അവൻ നേരെ അങ്ങ് പോയി ആ കുടത്തിൽ വെള്ളമൊക്കെ കോരി ഇവൻ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റും എന്തൊക്കെയോ തള്ളുന്നുണ്ട്. തള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ സെൻഡ് ഓഫ് ആണ്, എല്ലാവരും പിരിഞ്ഞു പോകാൻ പോകുന്നു. അപ്പം വലിയ ഫംഗ്ഷനാണ്. അന്ന് എത്ര 150 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു കൊടുക്കേണ്ടത്, ഫോട്ടോയ്ക്ക് 50 രൂപ. അപ്പം ഇത് കൊടുക്കാൻ ഇവന്മാരുടെ കയ്യിലില്ല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ പറ്റില്ല, നടന്നു പോകേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യും ചിന്ത വന്നു. അപ്പോൾ മറ്റവൻ പറയുക, കൂട്ടുകാരൻ പറഞ്ഞിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തൽക്കാലം ഫോട്ടോ എടുക്കാം, ഒരു ഫോട്ടോ വാങ്ങിയാൽ മതി, ഫുഡിൻ്റെ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം, നമുക്ക് പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഫുഡിൻ്റെ സമയം കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് പോയി നിൽക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും കൂടി കിട്ടുന്നൊരു ഫോട്ടോ ഇല്ല, അതല്ലേ നമ്മുടെ ഓർമ്മ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ മറ്റോ പറഞ്ഞു, ഞാനൊരു തേങ്ങാ കൊലയ്ക്കും വരുന്നില്ല. പെട്ടെന്നുണ്ട് ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് ഭയങ്കര നിലവിളിയും ബഹളമൊക്കെ കേട്ട്. അപ്പം പറഞ്ഞു, എടാ നിൻ്റെ ബ്ലോക്കിൽ നിന്നാണല്ലോ അവിടെ വിളി കേൾക്കുന്നതെന്ന് പറഞ്ഞ ഉടനെ പെട്ടെന്ന് അവൻ എന്ത് ചെയ്തെന്നോ ഓടിപ്പോകുന്നത് കണ്ടു. ഈ കൂട്ടുകാരൻ കണ്ടു, അവൻ ഓടിപ്പോകുന്നത് കണ്ടു. അവനെന്ത് ചെയ്യുന്നു, ഇവൻ്റെ പുറകെ ഓടി ചെന്നപ്പോഴത്തേക്കുണ്ട് ആ ഹോസ്റ്റലിൻ്റെ വാർഡനും എല്ലാവരും വന്ന് നിൽക്കുന്നു. നോക്കാൻ നേരം ഈ പിറകെ ഓടിച്ചെന്ന കൂട്ടുകാരൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൂട്ടുകാരൻ അവിടുത്തെ ഇതിൽ ഈ അഴിയയിൽ കയറ് കെട്ടി മുണ്ട് കെട്ടി ആത്മഹത്യ ചെയ്ത് നിൽക്കുന്നത്. ആ മരിച്ചവനാണ് വന്നിട്ട് ഈ കൂട്ടുകാരനെ വിളിച്ച് വാഴ നനയ്ക്കാൻ കൊണ്ടുപോയത്. അപ്പം ആലോചിച്ച് നോക്കിയേ എന്താ അവിടെ സംഭവിച്ചതെന്ന്. ഇത് അതെന്താണ് അങ്ങനെ ഒരു, അതെന്താണെന്നറിയോ, അത് ഇവനുമായിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. ഈ ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ അടുത്തടുത്ത് മരിക്കുന്ന കാണുന്നില്ലേ, അത് ഇവർ വിളിക്കാൻ വരുന്നത്, ഈ സ്പിരിറ്റ് വിളിക്കാൻ വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അങ്ങനെ എന്ത് ചെയ്തെന്നോ, ഇവന് മറ്റവൻ അവിടെ ചെന്ന് വിറച്ച് ഇത് നിൽക്കുക. അപ്പം ബാക്കിയുള്ളവർ ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? അല്ല, ഞാനും ഇവനും കൂടി വാഴ നനയ്ക്കാൻ പോയിരുന്നു എന്ന്. അല്ല ബ്രോ, ഇത് നിങ്ങളവിടെ സൈക്കോളജി അല്ലേ പഠിച്ചോണ്ട്? അതെ. അത് നിങ്ങളുടെ അവിടെ നടന്നൊരു ഇൻസിഡന്റ്, അതിൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിൽ മാറിയത്? ഞാനൊരു കാര്യം പറയട്ടെ, അവൻ വന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് കൊണ്ടുപോയത് എന്നെയാണ്.